പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് സുബ്ഹി നിസ്കരിക്കുന്നതിന്റെ തൊട്ടു മുമ്പായി നാം ഓതിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുഞ്ഞു 4 സൂറത്തുകളുണ്ട്. അത് ഏതൊക്കെയാണ്? ആ സൂറത്തുകൾ ഓതിയാൽ നമ്മൾക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെയാണ്? അതോടൊപ്പം തന്നെ സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള സമയത്തിന്റെ 7 പ്രത്യേകതകളും പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ ആഖിബത്ത് നന്നാക്കി തരട്ടെ, നമ്മളുടെ സർവ്വ പ്രയാസങ്ങളും അകറ്റിത്തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ, ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പടച്ച തമ്പുരാൻ അകറ്റി കൊടുക്കട്ടെ. എല്ലാ ഹാജത്തുകളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും ഇന്ന് സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം ഹംദ് പറയൂ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ. ഓരോ ക്ലാസ്സിലും നമ്മൾ ഹംദ് പറയുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. മഹാനരായ മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഗ്രന്ഥത്തിന്റെ പേരെന്താണ്? മുത്തുനബിക്ക് കൊടുത്തത് പരിശുദ്ധ ഖുർആനാണെങ്കിൽ മൂസാ നബിക്ക് അള്ളാഹു കൊടുത്ത ഗ്രന്ഥത്തിന്റെ പേരെന്താണ്? അറിയുന്നവരൊക്കെ കമന്റിൽ എഴുതി വിടുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അഥവാ സുബ്ഹി നിസ്കാരത്തിന്റെ തൊട്ടു മുമ്പ് നാം പാരായണം ചെയ്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 4 സൂറത്തുകളെ കുറിച്ചാണ്. അതും വളരെ ചെറിയ സൂറത്താണ്. അതോടൊപ്പം തന്നെ സുബ്ഹിന്റെ മുമ്പുള്ള സമയത്തിന്റെ 7 പ്രത്യേകതകളും നമ്മൾ പഠിക്കുന്നുണ്ട്. അള്ളാഹു ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനുള്ള സമയവും അവസരവും തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ. സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള സമയത്തിന്റെ പ്രത്യേകത മഹാന്മാർ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതൊക്കെയായി കാണാം. നുസൂലുർ റബ്ബ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ തിരുനോട്ടം ലഭിക്കുന്ന സമയമാണത്രേ സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള സമയം, അഥവാ അത്താഴ സമയം എന്ന് പറയുന്നത്. മുഅ്മിനീങ്ങളാണെങ്കിൽ ആ സമയത്ത് എണീക്കുന്നു, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു, ദുആ ചെയ്യുന്നു. അത് വലിയ തൗഫീഖാണ്. സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പ് എണീക്കാനുള്ള ഭാഗ്യം ലഭിക്കുക എന്ന് പറയുന്നത് അത് ദഅബു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ പതിവാണ് സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പ് എണീക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി മുതലെങ്കിലും സുബ്ഹിന്റെ മുമ്പ് എണീക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ആ സമയത്ത് പ്രത്യേകമായി അള്ളാഹു നമ്മളിലേക്ക് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ വഖ്തുൽ ഇജാബ, ഇജാബത്തിന്റെ സമയമാണ്. പ്രാർത്ഥനക്ക് അള്ളാഹു പ്രത്യേകം ഇജാബത്ത് നൽകുന്ന സമയമാണ് സുബ്ഹിന്റെ മുമ്പുള്ള സമയം. ആ സമയത്ത് കിടന്നുറങ്ങരുത് മുഅ്മിനീങ്ങളെ. നമ്മളെ കാര്യങ്ങളൊക്കെ റബ്ബിനോട് പറയാൻ എല്ലാ ദിവസവും എണീക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സഫാ ഉൽ ഖൽബ്, ഹൃദയത്തിന് തെളിച്ചം ലഭിക്കുന്ന സമയമാണ്. ഹൃദയത്തിലുള്ള എല്ലാ മോശമായ ചിന്തകളും പോയി നമ്മളെ ഹൃദയത്തിന് നല്ല തെളിച്ചം ലഭിക്കുന്ന, ഈമാനിന്റെ പ്രകാശം ലഭിക്കുന്ന സമയമാണ് സുബ്ഹിന്റെ മുമ്പുള്ള സമയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രത്യേക റഹ്മത്ത് അവന്റെ അടിമകൾക്ക് അള്ളാഹു നൽകുന്ന സമയം സുബ്ഹിന്റെ തൊട്ടു മുമ്പുള്ള സമയമാണ്, അത്താഴ സമയമാണ്. ആ സമയത്ത് നമ്മൾ കൂർക്കം വലിച്ച് കിടന്നുറങ്ങരുതേ എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഹുളൂറുൽ മലായിക, മലായികത്തീങ്ങളുടെ സാന്നിധ്യം നമ്മൾക്ക് ലഭിക്കാൻ ആ സമയത്ത് നമ്മൾ എണീക്കണം. മലായികത്തീങ്ങളുടെ സാന്നിധ്യം ലഭിച്ചു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ നമ്മൾ രക്ഷപ്പെടുകയാണ്. നമ്മളെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുകയാണ്. മലക്കളുടെ പ്രാർത്ഥന നമ്മൾക്ക് ലഭിക്കുകയാണ്. അതുപോലെ തന്നെ നശാത്തുർ റൂഹ്, ആത്മീയമായ ഒരു ഉന്മേഷം നമ്മൾക്ക് ഉണ്ടാവും. ഇബാദത്ത് ചെയ്യാനൊക്കെ നല്ല താല്പര്യമുള്ള സമയമായിരിക്കും സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള സമയം, അത്താഴ സമയമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പ് നമ്മൾ എണീറ്റു, സുബ്ഹി നിസ്കരിക്കാനുള്ള സമയമായി, അഥവാ സുബ്ഹിയുടെ ബാങ്ക് കൊടുത്താൽ നമ്മൾ എന്ത് ചെയ്യണം? സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തീബ് നിസ്കരിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാത്ത റവാത്തീബ് നിസ്കാരമാണ്
സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം എല്ലാ ഉമ്മമാരും എല്ലാ ഉപ്പമാരും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ 2 റക്അത്ത് നിസ്കരിക്കണം. അങ്ങനെ 2 റക്അത്ത് നിസ്കരിക്കുന്ന സമയത്ത് ഫാത്തിഹ സൂറത്തിന്റെ ശേഷം നമ്മൾ 4 സൂറത്ത് ഓതണം. ഈ 2 റക്അത്തുകളായി ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ സൂറത്ത് നമ്മൾ ഓതുക. എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്? സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തീബ് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് തക്ബീർ കെട്ടുക, അല്ലാഹു അക്ബർ എന്ന് പറയുന്നു. അതിനുശേഷം വജ്ജഹത്തു നമ്മൾ ഓതുന്നു. അതിനുശേഷം ഫാത്തിഹ സൂറത്ത് ഓതുക. ഫാത്തിഹ സൂറത്തിന് ശേഷം ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തു ശർഹ് അഥവാ അലം നശ്റഹ് ലക സദ്റക് വവളഅന അൻക ബിസ്റകല്ലദീ അൻഖള ലഹ്റക് എന്ന സൂറത്ത് പാരായണം ചെയ്യുക. ആ സൂറത്തിന് ശേഷം ഒന്നാമത്തെ റക്അത്തിൽ തന്നെ സൂറത്തുൽ കാഫിറൂനും പാരായണം ചെയ്യണം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅബുദൂൻ എന്ന സൂറത്തും പാരായണം ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ സുജൂദിലേക്ക് പോകുന്നു. രണ്ടാമത്തെ സുജൂദ് ചെയ്യുന്നു. രണ്ടാമത്തെ റക്അത്തിലേക്ക് എണീറ്റ് നിൽക്കുക. അഊദു ഓതുന്നു, ഫാത്തിഹ സൂറത്ത് ഓതുന്നു. നമ്മൾ ഓതേണ്ട സൂറത്ത് സൂറത്തുൽ ഫീൽ. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ സൂറത്തിന്റെ ശേഷം നമ്മൾ ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ ഫീൽ. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്ത്. അതിനുശേഷം രണ്ടാമത്തെ റക്അത്തിൽ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം. അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്ത് രണ്ടാമത്തെ റക്അത്തിൽ തന്നെ ഓതുക. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ റുക്കൂയിലേക്ക് പോകുന്നു, സുജൂദ് ചെയ്യുന്നു, അത്തഹിയാത്തിൽ ഇരിക്കുന്നു, സലാം വെട്ടുന്നു. ഇങ്ങനെ ഈ 2 റക്അത്തിലായി ഈ പറഞ്ഞ 4 കുഞ്ഞു സൂറത്തുകൾ ഓതിക്കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ, അന്നത്തെ ദിവസം ഒരു പ്രയാസവും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകൂല. അന്നത്തെ ദിവസം നമ്മൾ ഒരു ടെൻഷനും അടിക്കേണ്ടി വരില്ല. അന്നത്തെ ദിവസം നമ്മൾക്ക് വരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുമെന്ന് മഹത്തുക്കൾ പറയുന്നുണ്ട്. മാത്രമല്ല, ഭൗതികമായ എല്ലാ ബുദ്ധിമുട്ടുകളും ഇത് പതിവാക്കുന്നതോടുകൂടെ അല്ലാഹു നീക്കി തരും. ഭൗതികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. സാമ്പത്തികമായ ബുദ്ധിമുട്ട്, ശാരീരികമായ ബുദ്ധിമുട്ട്, മാനസികമായ ബുദ്ധിമുട്ട്, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. വീടില്ലാത്ത പ്രയാസം, ജോലിയില്ലാത്ത ബുദ്ധിമുട്ടുണ്ട്, കടം പ്രയാസമുള്ള ആളുകളുണ്ട്, മക്കളെ കെട്ടിക്കണം അത് പ്രയാസപ്പെടുന്ന ആളുകൾ, അതുപോലെ ഇങ്ങനെ പല ഭൗതികമായ പ്രയാസങ്ങൾ നമ്മൾക്കുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ ഈ പറഞ്ഞ 4 സൂറത്തുകൾ ഈ 2 റക്അത്തുകളിലായി നമ്മൾ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു ഓതാല ഭാഗ്യം നൽകട്ടെ. സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തീബ് നിസ്കരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ, അതിനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. സൂറത്തു ശർഹ് ഓതിക്കഴിഞ്ഞാൽ നമ്മളെ ഹൃദയം അങ്ങ് വിശാലമാകുകയാണ്. ഹൃദയത്തിലെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കിത്തരും. ഒരാളോടും കുശുമ്പ്, കുരുട്ട്, അസൂയ ഒന്നും ഉണ്ടാകൂല. നല്ല മനസ്സിന്റെ ഉടമകളായി ജീവിക്കാൻ അല്ലാഹു നമ്മൾക്ക് ഭാഗ്യം നൽകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ നമ്മൾ സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ മഹാനായ നബി തങ്ങൾ പറയാണ്, റക്അത്തുൽ ഫജ്രി ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, ദുനിയാവിലുള്ളത് മുഴുവനും നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഖൈർ സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തീബ് നിസ്കരിക്കലാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ 2 റക്അത്തിന്റെ മഹത്വം എത്രയാണ്? ദുനിയാവ് മുഴുവനും നമ്മൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും പുണ്യം സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തീബ് നിസ്കരിക്കലാണെന്ന് ജാബിർ ദാരിമി അല്ല പറയുന്നത്. ലോകത്തിന്റെ നേതാവ് ജനിച്ചിട്ട് ഒരൊറ്റ പ്രാവശ്യം പോലും കളവ് പറയാത്ത, കളവ് പറയാൻ ചിന്തിക്കാത്ത മുഹമ്മദ് റസൂലുള്ളാഹി മുത്തുനബിയാ പഠിപ്പിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല, സ്വർഗത്തിൽ അല്ലാഹു പ്രത്യേക കൊട്ടാരം നമ്മൾക്ക് നൽകുകയാണ്, പ്രത്യേക സീറ്റ് അല്ലാഹു നമ്മൾക്ക് നൽകുകയാണ്. അതല്ലേ മുത്തു മുഅ്മിനീങ്ങൾ ആഗ്രഹിക്കുന്നത്? സ്വർഗത്തിൽ ഉന്നതമായ പദവി വേണമെങ്കിൽ സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് ജീവിതത്തിൽ പതിവാക്കിക്കോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുന്നത്ത് നിസ്കാരങ്ങളിൽ വെച്ച്, റവാത്തീബ് സുന്നത്ത് നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ റവാത്തീബ് നിസ്കാരം ഏതാ? ഒറ്റ അടിക്ക് പറയാൻ കഴിയണം, അത് സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്താണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഇനി ഒരൊറ്റ ദിവസം പോലും അത് ഒഴിവാക്കരുത്. തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മമാര് വരെ സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് ചിലപ്പോൾ നിസ്കരിക്കൂല. നേരെ സുബഹി ബാങ്ക് കൊടുത്ത സുബഹി നിസ്കരിക്കുന്ന ആളുകളാണ്. ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അത് വലിയ തെറ്റാണ്.
പറയാണ്, നമ്മൾ എന്തിനാണ് ഇത്രയും വലിയ ഒരു സുന്നത്ത് നിസ്കാരം ഒഴിവാക്കുന്നത്? നമ്മൾ ഭാഗ്യം കെട്ടവരായി മാറുമെന്നുള്ളതാണ്. കാരണം എന്താ? റസൂലുള്ള പറയാണ്, ദുനിയാവിലുള്ളത് മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ ഖൈറ് സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തീബാണ്. അത് നിസ്കരിക്കാതെ എങ്ങനെ നമ്മൾ സുബഹി നിസ്കരിക്കുക? അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഈ റവാത്തീബ് ജീവിതത്തിൽ പതിവാക്കുക. ഈ പറഞ്ഞ 4 സൂറത്തുകൾ ഓതണം. ഒന്നുകൂടെ സൂറത്ത് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ സൂറത്തിന് ശേഷം സൂറത്തു ശറഹ്, അലം നശ്റഹ് ലക സദ്റക എന്ന സൂറത്ത് മുഴുവൻ ഓതുക. ആ ഒന്നാമത്തെ റക്അത്തിൽ തന്നെ ശറഹ് സൂറത്ത് ഓതിയതിനു ശേഷം സൂറത്തുൽ കാഫിറൂൻ എന്ന് പറയുന്ന സൂറത്ത് ഓതുക. ഖുൽ യാ അയ്യുൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന സൂറത്തും മുഴുവനായി ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ സൂറത്തിന് ശേഷം സൂറത്തുൽ ഫീൽ, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്ത് ഓതുക. ശേഷം ആ റക്അത്തിൽ തന്നെ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും ഓതുക. നല്ല റാഹത്ത് ഉണ്ടാകും അന്നത്തെ ദിവസം, നല്ല സന്തോഷം ഉണ്ടാകും അന്നത്തെ ദിവസം. ജോലിക്ക് പോകുമ്പോഴും ദാമ്പത്യ ജീവിതത്തിലൊക്കെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തന്ന് നല്ല സന്തോഷത്തോടുകൂടെ ഹാപ്പിയോടെ ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തീബ് നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. 5 വക്ത് കൃത്യമായി നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബങ്ങൾക്ക്, മക്കൾക്ക്, ഭാര്യ ഭർത്താക്കന്മാർക്ക് എല്ലാവർക്കും നൽകണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് കാണുന്നവർക്ക് നൽകണേ അല്ലാ. ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഈ 4 സൂറത്തുകൾക്കും വ്യത്യസ്തങ്ങളായ മഹത്വങ്ങളും ശ്രേഷ്ഠതകളുണ്ട്. ഞാൻ വീഡിയോ ക്ലാസ് ദീർഘമാകുന്നത് കൊണ്ടാണ് ഞാൻ അതൊന്നും പറയാത്തത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.